വ്യക്തിപരമായി ക്രിയേറ്റീവ് കണ്ടന്റ് ചെയ്യുന്ന കുറച്ച് ബോക്സിംഗിലൂടെ ഒക്കെ പറഞ്ഞാണ്ട് മലയാളത്തിൽ പൂച്ചേനെയും പട്ടീനെയൊക്കെ കളിപ്പിച്ചിട്ട് ഞാനാണ് കണ്ടന്റ് ക്രിയേറ്റർ, ഞാനാണ് യഥാർത്ഥ കണ്ടന്റ് കിങ് എന്നൊക്കെ ആക്രോശിക്കുന്നവരുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ശരിക്കും ഇവിടെ പറയാം മേക്കിംഗ് കിങ് അല്ലാത്തവരെ കുറിച്ചാണ്. ഓക്കെ, കണ്ടന്റ് മേക്കിംഗ് കിങ് ആണ് നമ്മളെ കൊണ്ട് കഴിയില്ല, കാരണം കണ്ടന്റ് മേക്കിംഗ് കിങ് ആണ് എത്ര പണിയുള്ളൂ. ഗൈസ്, എന്റെ വീട്ടിൽ ഇഷമോളുണ്ട്. ഓക്കെ, കണ്ടില്ല അവള് ഇവിടെ ഇരിക്കുന്ന എന്താ കഴിക്കണം, ശനി എന്താ കഴിക്കണെന്ന് പറയും. ഹലോ മനുഷ്യന്മാർക്ക് ഓളെ മോനെ പുതിയ സ്വതൊക്കെ. അപ്പൊ ഗൈസ്, ഒരാഴ്ചയായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടൊക്കെ ബിക്കോസ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടായിരുന്നു, പിന്നെ എക്സാം ആയിരുന്നു. ഓക്കെ, ഇന്നലെ ആയിരുന്നു എക്സാം, പിന്നെ ഇന്നലെ എക്സാം കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ കൊണ്ടുപോയി കൊടുത്തപ്പോ സിസ്റ്റായിട്ട് വീഡിയോ ചെയ്യണം. ഓക്കെ, ശരി ഇന്നലെ ഒരു വീഡിയോ വരേണ്ടി, പക്ഷെ മടി കാരണം വന്നില്ല. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് അൺലിപ്സ്റ്റിക് ക്രിയേറ്റേഴ്സ് ഇൻ ടിക്ടോക്ക്. അതായത് ഞാൻ പറഞ്ഞ അർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ, അതായത് ലിപ്സ്റ്റിക് ചെയ്യാത്ത ടിക്ടോക്ക് ക്രിയേറ്റേഴ്സിനെ കുറിച്ചൊക്കെ സംഭവം മനസ്സിലായതെന്ന് പറഞ്ഞത്. അതായത് ഒരു പാട്ടെടുക്കും, ആ പാട്ടിനെ കുറിച്ച് റീൽസ് കണ്ട് ചെയ്യുന്നവരല്ലേ ലിപ്സ്റ്റിക് ക്രിയേറ്റേഴ്സ് എന്ന് പറയുമൊക്കെ. പക്ഷെ നമ്മൾ അവരെല്ലാം നോക്കാൻ പോകുന്നത്, നമ്മൾ നോക്കാൻ പോകുന്നത് ചുണ്ടുകൊണ്ട് നമ്മളെ ക്രിയേറ്റീവ് കണ്ടന്റ് ചെയ്യുന്ന കുറച്ച് ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും കുറച്ച് ക്രിയേറ്റേഴ്സ് നമ്മൾ നോക്കാൻ പോകണം. ഓക്കെ, അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വീഡിയോ ആണ്. ഓക്കെ, നേരെ മറിച്ച് ലിപ്സ്റ്റിക് കൊണ്ട്, അതായത് ലിപ്സ്റ്റിക് മാത്രം കാട്ടി വീഡിയോസ് ചെയ്യുന്ന പരമസുന്ദരി വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ അല്ല നോക്കാൻ പോകുന്നത്. അതുപോലെ യൂട്യൂബിലും കുറച്ച് എണ്ണ കണ്ട് ബോക്സിംഗിലൂടെ ഒക്കെ മലയാളത്തിൽ പൂച്ചേനെയും പട്ടീനെയൊക്കെ കളിപ്പിച്ചിട്ട് ഞാനാണ് കണ്ടന്റ് ക്രിയേറ്റർ, ഞാനാണ് യഥാർത്ഥ കണ്ടന്റ് കിങ് എന്നൊക്കെ ആക്രോശിക്കുന്നത്. ശരിക്കും ഇവിടെ പറയാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, അതിവിടെ ഇട്ടാൽ സ്ട്രൈക്ക് കിട്ടോ ആവോ. ഹേ 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 അതാണ്. ഓക്കെ, ആദ്യത്തിന്റെ 2 സ്ട്രൈക്ക് കടക്കണ്ട, ഒന്നിനും കിട്ടിക്കഴിഞ്ഞാൽ ഗതം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോണത് കുറച്ച് ക്രിയേറ്റീവ് കോമേഴ്സ്, അതായത് കുറച്ച് കണ്ടന്റ് മേക്കിംഗ് കിങ് അല്ലാത്തവരെ കുറിച്ചാണ്. ഓക്കെ, കണ്ടന്റ് മേക്കിംഗ് കിങ് ആണ് നമ്മളെ കൊണ്ട് കഴിയില്ല, കാരണം കണ്ടന്റ് മേക്കിംഗ് കിങ് ആണ് എത്ര പണിയുള്ളൂ. ഗൈസ്, എന്റെ വീട്ടിൽ ഇഷമോളുണ്ട്. ഓക്കെ, കണ്ടില്ല അവള് ഇവിടെ ഇരിക്കുന്ന എന്താ കഴിക്കണം, ശനി എന്താ കഴിക്കണെന്ന് പറയോ, നീ എന്താ കഴിക്കണമെന്ന് പറയോ. മഞ്ഞപ്പൊടി ഇല്ല ഗൈസ്, അല്ലേ? ഓ മൈ ഗോഡ് ഗൈസ്, കണ്ടന്റ് കിങ് എത്ര പണിയുള്ളൂ. ഓക്കെ, പക്ഷെ നമ്മള് കണ്ടന്റ് ശരിയല്ലേ. ഓക്കെ, ഇങ്ങനെ ഓക്കെ, അപ്പൊ നമ്മള് കണ്ടന്റ് കിങ് ഒന്നല്ല ആകാൻ പോണത്, നമ്മള് കുറച്ച് കണ്ടന്റ് കിങ് അല്ലാത്ത കുറച്ച് ക്രിയേറ്റേഴ്സിനെ പിടിച്ച് നോക്കാൻ പോവാണ്. ഓക്കെ, നല്ല രീതിയിലേക്ക് വീഡിയോസ് ഇട്ട കണ്ടന്റ് കിങ് ആവില്ല, ഇതേപോലെ വീഡിയോസ് കിട്ട കണ്ടന്റ് കിങ്. ഓക്കെ, അപ്പോ നേരെ വീഡിയോയിലേക്ക്. ഗൈസ്, അതിനിടയിൽ ചെറിയൊരു പണിയിട്ട് അനിയത്തി നല്ല രീതിയിൽ കരഞ്ഞു. ഓക്കെ, ഞങ്ങൾ ചെയ്യാം, മാനെ വിളിച്ച് പണി കിട്ടി. ഓക്കെ, വേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, നല്ല രീതിയിൽ കരഞ്ഞിക്കണ്. ഇനി ഞാൻ മാനടുത്ത് കൂടെ ആക്കി കൊടുത്തിട്ട് വന്ന് വീഡിയോ ചെയ്യണം. ഓക്കെ, പണി വാളി. അയ്യോ, ഇത് എന്താടി ഇത്? ഞാൻ ലോക്ക്ഡൌണിന് മുന്നേ വാങ്ങിയ പുതിയ ഷെയ്ഡ് ലിപ്സ്റ്റിക് അമ്മേ. ഇപ്പൊ ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് പോകുന്നോണ്ടേ മേക്കപ്പ് ഒന്നും ആരും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിന്റെ പുറത്തിട്ട്. ഈ ലോക്ക്ഡൌൺ സമയത്ത് നീ ഇതൊക്കെ ആയിട്ട് എവിടെ പോകുന്നു? ഞാൻ റേഷൻ കടയിൽ പോന്നു. അമ്മ പോണ്ട, ഞാൻ തന്നെ പോയിക്കോളും. എത്ര ദിവസമായി വല്ലയിടത്തും ഒരുങ്ങിയൊക്കെ പോയിട്ട്. ബൈ മമ്മി. സംഭവം അത്ര ഉള്ളൂ, ഇതൊരു ഇൻഫർമേഷൻ ആയിട്ടും കൂട്ടൊക്കെ. ഇത്രയും കാലം പുറത്തേക്ക് ഒരു പണിക്കും പോയത്, പുറത്തേക്ക് എപ്പോഴും ചാടുന്ന ആൾക്കാരെ ഇവിടെ ഉദ്ദേശിച്ചതൊക്കെ. അതായത് 24 hours അടിച്ചു പൊളിച്ചുന്ന ആൾക്കാർ ലോക്ക്ഡൌൺ വന്നപ്പോ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ. അപ്പൊ ആ ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ഇത്രയും കാലം ചെയ്യാത്ത കാരണമൊക്കെ ചെയ്യേണ്ടി വന്ന വ്യക്തികളെ കുറിച്ചാണ്. ഓക്കെ, അതായത് റേഷൻ പീടിയ പോവാത്തവരും, അതായത് കടയൊക്കെ പീടിയൊക്കെ സാധനം മേടിച്ചാൻ പോവാത്തവരും, എന്തിനു പറയുന്നു തൊട്ടപ്പത്തെ വീട്ടിലേക്ക് ഒരു ഇത്തിരി ഓയില് മേടിച്ചാൻ പോവാ ബുദ്ധിമുട്ടവർക്കൊക്കെ പെട്ടെന്ന് കിട്ടിയില്ല. ഓക്കെ, വെച്ച് കൂട്ടാ. ഓക്കെ, അപ്പൊ അവരൊക്കെയാണ് ഇത് സൂചിപ്പിക്കണം. ഓക്കെ, മടി കാരണം വീട്ടിലൊന്നും അനുസരിക്കൂല, പക്ഷെ പുറത്തേക്കാണെങ്കിലോ പോകും ചെയ്യും. അങ്ങനത്തെ ആൾക്കാർ ലോക്ക്ഡൌൺ വന്നപ്പോ ഇടിഞ്ഞു പൊളിഞ്ഞപ്പോ അവര് കിട്ട അടവാണ്. ഓക്കെ, നല്ല രീതിയിൽ തന്നെ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് കാണാം. 7 മണിയായി, നീ 7 മണിക്ക് വിളിക്കാല്ലേ പറഞ്ഞ? 7 മണിയായോ? ഈ ലോക്ക്ഡൌൺ ടൈമില് 7 മണിക്ക് നീ എവിടെ പോവാ? എങ്ങും പോവാനല്ല, 7 മണിയാകുമ്പോ ആ സൈഡിൽ വെയിലടിക്കും, അപ്പൊ ഇങ്ങോട്ട് മാറി കിടക്കാനാ. ഈ ഒരു സംഭവത്തിലൂടെ പറയാൻ വെച്ചാല് വീട്ടില് രാവിലെ മുതൽ രാത്രി വരെ വീട്ടിലെ കയറാതെ പുറത്തൂടെ കറങ്ങി നടക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഈ വീട്ടിൽ പറഞ്ഞു. ഓക്കെ, അതായിരിക്കും തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ രാവിലെ 6 മണിക്ക് നീച്ച് കറങ്ങാൻ പോയാൽ രാത്രി 1:30 മണിക്കൊക്കെ വീട്ടിലൊന്ന് കയറുന്ന ആൾക്കാരെ കുറിച്ചാണ് ലോക്ക്ഡൌൺ ആയപ്പോ അവരും ഇടിഞ്ഞു പൊളിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി നോക്കാം. രാവിലെ 8 മണിയാകുമ്പോഴേക്കും ഞാൻ ചീപ്പുകളുടെ പല്ലുകൾ എണ്ണിത്തീർത്തു. ഇത്ര മനോഹരമായ ചുമരുകൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞത് ഇന്നലെയാണ്. കറ്റാർ വാഴയുടെ ഇലകൾ എണ്ണിക്കഴിയുമ്പോഴേക്കും മനസ്സിൻ്റെ ഉള്ളിൽ
ആനന്ദാശ്രു പൊഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ബാല്യകാലങ്ങളിലെ ഓർമ്മകളിലേക്ക് പോയി. ഡോറിനു പുറകിൽ കൈയുരസി അതിമനോഹരമായ സംഗീതം ഞാൻ ആസ്വദിച്ചു. ശേഷം അമ്മ ഏൽപ്പിച്ച സാഹസികമായ ജോലി ഞാൻ ഭംഗിയായി ചെയ്തു തീർത്തു. കുറെ നേരം ഞാൻ ചാഴയിൽ മുക്കി വീഴാൻ നിൽക്കുന്ന ബിസ്ക്കറ്റിനെ തന്നെ നോക്കി നിന്നു. അപ്പോഴേക്കും സമയം സന്ധ്യയോടടുത്തിരുന്നു. ഇത്ര ഭംഗിയുള്ള സ്റ്റെയർ കേസ് ഇതിനു മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടേയില്ല. വീട് മൊത്തം ചുറ്റിക്കണ്ട സന്തോഷത്തിൽ ഞാൻ ആർത്തുല്ലസിച്ചു. പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ ഒരിക്കലും അണയുന്നില്ല. അമ്മേ നമ്മുടെ അടുത്ത് എത്ര ദിവസം അമ്മ പെരയിൽ ഇരിക്കാൻ പറഞ്ഞേക്കുന്നത്? 21 ദിവസം. കോഴിമുട്ട വിരിക്കാൻ എത്ര ദിവസം എടുക്കും അമ്മേ? 21. എന്നാ അല്ല അമ്മ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടേ ഒരു 6 കോഴിമുട്ട വാങ്ങിട്ട് വരും. എന്നാത്തിന്? അല്ല ഞാൻ എന്തായാലും ഇവിടെ അട ഇരിക്കണാണല്ലോ, നീ എങ്ങാനും വിരിഞ്ഞാറ്. നീ ഉള്ളപ്പോഴും എന്തിനാ വേറെ കോഴി? അയ്യോ അമ്മ അങ്ങനെയല്ല, അമ്മ ചിരിക്കണം. നിന്റെ കൂടെ കോമഡി കിട്ടി ഞാൻ ചിരിക്കാൻ പോയി. അയ്യോ അങ്ങനെയല്ല, അമ്മ ചിരിച്ചാലേ നിർത്താൻ പറ്റത്തുള്ളൂ. പോകാണോ ഒന്ന് നീ? എന്നാലും ഞാൻ പോവാ. മുട്ടുകാലം എന്തായാലും ഓടിക്കും, ഗേറ്റിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. സംഗതി എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഒരു പണിയും ചെയ്യാതെ വെറുതെ ഒരു സ്ഥലത്തിരിക്കുമ്പോ കൃത്യസമയത്ത് ആഹാരം കിട്ടുന്നത്. പക്ഷെ എനിക്ക് എന്തോ പേടിയാ. പഠിക്കട്ടോ, പരീക്ഷയ്ക്ക് ഫുള്ള് മാർക്ക് വാങ്ങിക്കണം. സൈക്കിളൊക്കെ വാങ്ങി തന്നു വിചാരിച്ചാ മതി. എന്നിട്ട് ഫുള്ള് മാർക്കാണ് മേടിച്ചോ. അച്ഛാ, പരീക്ഷക്ക് എന്റെ ക്ലാസ്സിൽ തോമസ് തോറ്റ്. അവന്റെ കാര്യം പറയണ്ട, അവന്റെ അപ്പൻ മരമണ്ടനായിരുന്നു, അവൻ തോക്കും. ഞാനും തോറ്റ്. വിഷ്ണു പ്രസന്റ് ടീച്ചർ. മനോജ് പ്രസന്റ് ടീച്ചർ. ഉടായിപ്പൻ. ടീച്ചറെ എന്റെ പേര് UD അയ്യപ്പൻ എന്നാ. അയ്യോ സോറി. ചപ്പു. ടീച്ചറെ എന്റെ പേര് CH അപ്പു എന്നാണ്. എടാ അലി, നീ എന്തിനാ വിളിക്കണത്? എന്റെ പേര് V അലി എന്നാ. പരീക്ഷാ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്, വിളിക്കുന്നവർ വന്ന് മേടിക്കുക. ഫാറൂഖ് 100-ൽ 3, മുനീർ 100-ൽ 5. പഠിപ്പിത്തിരി കൂടുതലുണ്ട്. സിൽക്ക് പട്ട്, സിൽക്കി പട്ട്. അമ്മ ഈ പയറുകറി ഉണ്ടാക്കണ എങ്ങനെയാ? ഞാൻ വെച്ചോ. സിൽക്കണം, പട്ടണം, സിൽക്കാമ്പി, പട്ടാമ്പി, സിൽക്ക് സിൽക്ക് പട്ട്, സിൽക്കാമ്പി, സ്റ്റുഡൻസ്, നാളെ ഫസ്റ്റ് പീരീഡ് ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. അയ്യോ, രാത്രി ഇരുന്ന് പഠിക്കണോ അതോ രാവിലെ ഇരുന്ന് പഠിക്കണോ? കട്ടടിക്കണ അതാ ബിറ്റടിക്കണ? ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മൾ തുടർന്ന് കുറെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എക്സാം ആയ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. ഇപ്പൊ അത് മൊത്തം തീർന്ന് ഞാൻ സ്വതന്ത്രമായി. ഓക്കെ ആയി. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ബൈ ബൈ.